കൊച്ചിയുടെ വൈബ്. കൊച്ചിയിലെ ആണും പെണ്ണിനും ഒരേപോലെ വർക്ക് ചെയ്യാം. എല്ലാവർക്കും ഒരേപോലെ ഫ്രീഡം ഉണ്ട്, ഒരേപോലെ വർക്ക് ചെയ്യാം. പച്ചാളം ഇങ്ങനെ സിനിമയിലെ കണ്ടുള്ള ഒരു പരിചയമുള്ള, പക്ഷെ പച്ചാളം ഒരു പ്രദേശം. വെൽക്കം മിസ്റ്റർ. സിംഗിളായിട്ട് മറൈൻ ഡ്രൈവിലൂടെ ഹാപ്പിയാണ്, നല്ല എന്റർടൈൻമെന്റ് ആണ്. ഒരു വർക്കിന്റെ ഒരു സ്ട്രെസ് ഒന്നുമില്ല, ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വലിയ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ചെറിയ വ്ളോഗായിട്ട് വന്നേക്കാണ്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ജസ്റ്റ് എറണാകുളം ക്യൂൻസ് മറൈൻ ഡ്രൈവ് അങ്ങനെയൊക്കെ ചുമ്മാ പോവാണ്. നമ്മുടെ വണ്ടി റെഡിയാണ്. വിന്റേജ് വണ്ടി ആയിട്ട് എന്നും ഓണാക്കിയില്ലെങ്കിൽ പണി കിട്ടും. പച്ചാളൊക്കെ ആദ്യം നമ്മളെ ഇവിടെ കൊച്ചിയിൽ വരുന്നതിന് തന്നെ ഇങ്ങനെ പച്ചാളം ഇങ്ങനെ സിനിമയിലെ കണ്ടുള്ള ഒരു പരിചയമുള്ള, പക്ഷെ പച്ചാളം ഒരു പ്രദേശമാണെന്ന് മനസ്സിലായത്. പച്ചാളത്തിന്റെ തൊട്ടപ്പുറം വടുതല അല്ലേ സുബിന? ഈ പാലം ഒരു ഒന്നൊന്നര സീൻ തന്നെ ആട്ടെ. ഇവിടെ ഒരു സെറ്റപ്പ് ഇല്ല. കൊള്ളം. അവളുടെ ഒരു നോട്ടം. നമ്മുടെ ഈ ക്യൂൻസോയില് വൈഫൈ ഉണ്ട്, പക്ഷെ ഇന്ന് ടെസ്റ്റ് ചെയ്യണം അതിന് സ്പീഡ് എങ്ങനെ ഉണ്ടെന്ന്. ഫ്രീ വൈഫൈ ആണ്. ഈ ക്യൂൻസോയില് മാത്രം വന്നിട്ട് എന്തായാലും മറൈൻ ഡ്രൈവിലല്ലേ വരണ്ട്. അങ്ങനെ നമ്മള് ക്യൂൻസുവിലേക്ക് എത്തിരിക്കുകയാണ്. അതെ അതെ അതെ, സാഗരം അല്ലേ? അതെ അതെ. കണ്ടോ, ഒരു 2 മാസത്തിനുള്ളിൽ വന്ന കടകളാണ് ഈ ലെഫ്റ്റ് സൈഡ് കണ്ടോണ്ടിരിക്കുന്നത്. നൈസാ സംഭവം അല്ലേ? ഫോട്ടോ എടുത്ത മൊത്തം നിഴല് മാത്രമേ കിട്ടുള്ളൂ, അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഈ ക്യൂൻസോയുടെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം 3.5 മാസമൊക്കെയാണ് ഇത്ര മാത്രം സ്ട്രീറ്റ് പോലെ ഇവിടെ ആയിട്ട്. ആദ്യമായിട്ട് ഒരു ഐ ലവ് യു കൊച്ചി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ വേറെ ലെവലായിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. ഗൈസ്, അപ്പൊ നമ്മളുള്ളത് ക്യൂൻസ്വേലാണ്. ഈ മൈക്ക് അവിടെ വെച്ചിട്ട് കിട്ടൂല, വിളിക്കണോ? ഗൈസ്, നമ്മുടെ ഐ ലവ് കൊച്ചിയുടെ പുറകിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാരും ഇവിടെ ഫോട്ടോ എടുക്കാറുണ്ടല്ലേ? തീർച്ചയായിട്ടും. ജെസിന് എങ്ങനെയുണ്ട്? ക്യൂൻസ് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഫസ്റ്റ് ടൈം ആണ് ഇവിടെ. നമ്മുടെ നിലമ്പൂർ ഇങ്ങനെ ഐ ലവ് യു നിലമ്പൂർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? ഉണ്ടല്ലോ. എവിടെ? നമ്മുടെ കോടതിപ്പടി ആ ഭാഗത്തായിട്ടുണ്ട്. കോടതിപ്പടി അല്ലേ? പക്ഷെ ഇത്ര വലുതില്ല. KL71 പക്ഷെ ഐ ലവ് നിലമ്പൂർ എന്ന് പറഞ്ഞ ആരെങ്കിലും ചെയ്യാണെങ്കിൽ പൊളിക്കൂല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ പുതിയ ബൈപ്പാസിന്റെ അവിടെ വരണം നമ്മുടെ ആഗ്രഹം. നല്ല ഭംഗിയായിരിക്കും സംഭവം ഇത്, കാരണം ഇത് ഭയങ്കര ഭംഗിയാണ്. ഒരുപാട് പേരുടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ്. എനിക്ക് ഇതിലെന്താ ഒരു പ്രശ്നം എന്നറിയോ? ഇത് ഭംഗിയുള്ളത് രാത്രിയാണ്, പക്ഷെ രാത്രി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖം നമ്മളാന്ന് അറിയില്ല. നമ്മുടെ ഒരു നിഴല് പോലെ ഒരു സെറ്റപ്പ് കിട്ടും, പിന്നെ ഒരു ഓർമ്മയായിട്ടുള്ളൊരു ഫോട്ടോ കിട്ടും. ആ ഒരു വൈബാണ് അല്ലേ? അതെ അതെ. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു
എടാ നമ്മൾ 2-4 മാസം മുന്നേ വരുമ്പം ക്യൂൻസ് കുറെ ആളുകൾക്ക് അറിയാമെങ്കിൽ കൂടി, പക്ഷെ ഇവിടെ ഒരു സ്ട്രീറ്റ് സെറ്റപ്പ് ഇപ്പഴാണ് വന്നല്ലേ. പിന്നെ എടാ വൈഫൈ കിട്ടുന്നുണ്ടോ നോക്കി നോക്കാം, നമ്മള് നോക്കണം പറഞ്ഞായിരുന്നല്ലോ. ഫ്രീ വൈഫൈ ഉണ്ട് കേട്ടോ, ഫ്രീ വൈഫൈ ഉണ്ട് ഇവിടെ. ഉണ്ട്. പിന്നെ വമ്പം ഫ്ലാറ്റുകളാണ്, കോടിക്കണക്കിന് രൂപയുടെ ഫ്ലാറ്റുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഒരു കായൽ പൂവാട്ടോ ഈ വഴിയിലൂടെ പോകുമ്പോ ഒരു ഇന്റർനാഷണൽ സെറ്റപ്പ് ആണ് സംഭവം. അതെ അല്ലെ, ഈ ഒരു ഭാഗത്ത് മാത്രം. അത് ശരിയാട്ടോ. ക്യൂൻസ് മറൈൻ ഡ്രൈവ് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ, അതുപോലെ തന്നെ നമ്മുടെ ബോൾഗാട്ടി ഏരിയകളൊക്കെ ഒരു വേറൊരു ഫീലാണ് അല്ലെ, ഒരു ലക്ഷറി ഫീലാണ്. ഇവിടുത്തെ ഫ്ലാറ്റുകളാണെങ്കിലും ഇവിടുത്തെ ബൗണ്ടറീസ് ആണെങ്കിലും ഇവിടുത്തെ റോഡ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. വെൽക്കം മിസ്റ്റർ. സിംഗിൾ ആയിട്ട് മറൈൻ ഡ്രൈവിലൂടെ. ജയകൃഷ്ണനോ? തള്ളാണ് ഇവിടെ എല്ലാരും. എന്തിനാ വരുന്നത്? കപ്പിൾസിനെ കൊണ്ടാണ്. റെഡ് കൊച്ചി. ഒരു സ്പെഷ്യൽ സംഭവം കണ്ടു. ഇത് അത്രാണ്. ബ്രോ പേരെന്താ? ഹസ്റിൻ. ഒരു പെൺകുട്ടിയാണ് അത്ര സെല് ചെയ്യുന്നത് അല്ലേ? അതൊരു കൗതുകമാണ്. അപ്പൊ എന്താ പേരെന്താ? എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? എങ്ങനെയുണ്ട്? ഈ ഇതിനെ പറ്റി ഒരു പെർഫ്യൂം അത്ര അതെന്താ തമ്മിൽ വ്യത്യാസം എന്തൊക്കെയാണ്? പെർഫ്യൂം എന്ന് പറഞ്ഞപ്പോൾ സ്പ്രേ ടൈപ്പ് ആണെങ്കിൽ അതിൽ ആൽക്കഹോൾ കണ്ടന്റ് എല്ലാം ചേർത്തിട്ടായിരിക്കും സ്പ്രേ ആയിട്ട് വരിക. ഇതാവുമ്പോൾ ആൽക്കഹോൾ ഫ്രീ ആണ്, അതായത് സ്കിന്നിന് കുറച്ചും കൂടി നല്ലതായിട്ടുള്ള ഇതായിരിക്കും. ഏറ്റവും കൂടുതൽ ടൈം പെർഫ്യൂമിന്റെ ലാസ്റ്റിംഗ് എല്ലാം കൂടുതലായിരിക്കും. അതായത് ഒരു സ്പ്രേ എന്ന് പറയുന്നത് ഈ സെയിം പെർഫ്യൂം ഓയിൽ പ്ലസ് ആൽക്കഹോൾ ആണ് വരിക, അതായത് കൂടുതൽ ഡൈല്യൂട്ടഡ് ആയിരിക്കും ഒരു സ്പ്രേ ആയിട്ട് വരുമ്പോൾ. നമ്മളിപ്പോ ഇങ്ങനെ ഓയിൽ ഫോം ആണെങ്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആണ്, അത്രയും കൂടുതൽ ലാസ്റ്റിംഗ് എല്ലാം കിട്ടും. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവർ പറയുകയാണെങ്കിൽ അത് മിക്സ് ചെയ്ത് നമുക്ക് മിക്സിങ്ങിന്റെ ഒരു ആവശ്യം വരുന്നില്ല, കാരണം നമ്മൾ ഇതെല്ലാം കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് അതിൻ്റെതായ ഓയിൽസ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വെസ്റ്റേൺ ടോപ്പ് റേറ്റഡ് ബ്രാൻഡ്സിന്റെയും പെർഫ്യൂംസ് അവൈലബിൾ ആണ്. നമ്മൾ നല്ല ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള പെർഫ്യൂംസ് എല്ലാം ഉണ്ടല്ലോ, അതിന്റെ എല്ലാം ഓയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പഠിക്കല്ലേ ഇപ്പൊ? കറന്റ് പഠിക്കുന്നില്ല, കറന്റ് ഇത് മാത്രമേ ഉള്ളൂ. അല്ല സാധാരണ ഒരു പാർട്ട് ടൈം ജോബ് പോലെ അങ്ങനെ അല്ലേ? സാധാരണ ചില കുട്ടികൾക്കൊക്കെ മടി ഉണ്ടാവുമല്ലോ, ആൺകുട്ടികളാണ് പൊതുവെ ഇങ്ങനത്തെ മേഖലയിൽ കൂടുതൽ നിൽക്കുന്നതെങ്കിൽ കൂടി. അതെങ്ങനെ ഉണ്ടായിരുന്നൊരു? അതാണ് കൊച്ചിയുടെ വൈബ്. കൊച്ചിയിൽ ആണിനും പെണ്ണിനും ഒരേപോലെ വർക്ക് ചെയ്യാം, എല്ലാവർക്കും ഒരേപോലെ ഫ്രീഡം ഉണ്ട്, ഒരേപോലെ വർക്ക് ചെയ്യാം, ഒന്നും പേടിക്കാനും മാത്രം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ക്യൂട്ട് ബിസിനസ് ആണ് അല്ലേ? ഹാപ്പിയാണ്, നല്ല എന്റർടൈൻമെന്റ് ആണ്. ഒരു വർക്കിന്റെ ഒരു സ്ട്രെസ് ഒന്നുമില്ല, ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ പനമ്പള്ളി ഏരിയ കേട്ടോ ഇത്. നമ്മുടെ സമൃദ്ധിയുടെ ഇവിടെ തന്നെ ഇത് കണ്ടോ, ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ലേഡീസിനൊക്കെ പറ്റുന്നതാണ് ഷീ ലോഡ്ജ് എന്ന് പറയും. എനിക്ക് തോന്നുന്നത് ആകെ അത്ര ഒരു സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഒരു വെൽ മെയിൻറ്റൈൻഡ് ബിൽഡിങ്ങും. 200 രൂപയാണ് പെർ ഹെഡിനെന്നാണ് തോന്നുന്നത് കേട്ടോ, ലേഡീസിനുള്ളതാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് സമൃദ്ധി. 24 hour ഉണ്ട് കേട്ടോ. ഇവിടെ ചില സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്രൗഡായിരിക്കും. പിന്നെ ഒരു കുറച്ച് നാളുകളായിട്ടുള്ളൂ ഇവിടെ സമൃദ്ധി ഇത്രയും കുറച്ചും കൂടെ ഒരു ഇവരുടെ ബിൽഡിംഗ് ആണെങ്കിലും ഒരു സ്ട്രക്ചർ ആണെങ്കിലും ഒക്കെ ഒരു അപ്ഡേറ്റ് ആക്കി അടിപൊളിയാണ്. ഫുഡും കാര്യങ്ങളും നല്ലതാണ്. ഇവിടെ കൗണ്ടർ ഉണ്ട്. ചോറിന് 20 രൂപ. പിന്നെ മറ്റ് പ്രൊഡക്റ്റുകൾക്കൊക്കെ വില കുറവാണ്. കപ്പ, മീന്, ദോശ. ഇങ്ങനത്തെ ദോശ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ ലൈവ് ദോശ കിട്ടിയായിരുന്നു പെട്ടെന്ന് അല്ലേ? കാണുന്നത് പോകും പെരുങ്കണത്തിനിലേ കൂടി വാവെன்றൊരു வாழ்க்கை சிறு குரலா